നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരളത്തിന് എയിംസ് ഉറപ്പെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത് വളരെ പ്രധാനപ്പെട്ട വർഷം. വലിയൊരു പദ്ധതി കേരളത്തിന് അനുവദിക്കുമെന്ന് അമിത് ഷാ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി. മറ്റത്തൂർ വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വർഗീയ സംഘടനകളുമായി ഒരു ബന്ധവും കോൺഗ്രസിനുണ്ടാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾക്കെതിരെ പോലും CPM നടപടിയെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി സർക്കാർ കൊള്ളക്കാരെ സംരക്ഷിക്കുന്നു. SITക്കുമേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്നും VD സതീശൻ. സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ ആരും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ലെന്നും ഇക്കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയെന്നും അടൂർ പ്രകാശ് MP. ആരോപണത്തിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി നിയന്ത്രണത്തിൽ CBI അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല. മെഡിസെപ് പ്രീമിയം വർധനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ട്രഷറികൾക്ക് മുന്നിൽ KSSPA ധർണ. സർക്കാർ മെഡിസെപ് തുക വർദ്ധിപ്പിച്ചത് ഇൻഷുറൻസ് കമ്പനിയുടെ താൽപര്യത്തിന് വഴങ്ങിയെന്ന് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A ബാലൻ. ഷൊർണൂർ ഗണേഷ് ഗിരിയിലെ KA സമാജം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള അധികൃതരുടെ നീക്കം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. തപാൽ ഓഫീസ് നിലനിർത്തണമെന്ന് കൗൺസിലർ EP നന്ദകുമാർ. നഷ്ടത്തിലായ തപാൽ ഓഫീസ് അടച്ചുപൂട്ടുന്നത് കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരമെന്ന് അധികൃതരുടെ വിശദീകരണം. മാലിന്യത്തൊട്ടിയായി കോട്ടായി വയോജന പാർക്ക് മാലിന്യ നിക്ഷേപ കേന്ദ്രമായത് അധികൃതരുടെ അവഗണനയും അശ്രദ്ധയും മൂലമെന്ന് പരാതി. കോട്ടായി സെന്ററിൽ പാർക്ക് സ്ഥാപിച്ചത് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച വൻതുക ചിലവഴിച്ച്. തരിശിട്ട പാടത്ത് പൊന്നുവിളയിക്കാൻ ഒരുങ്ങി മങ്കര കൃഷിഭവൻ. കൃഷിഭവൻ നേരിട്ട് നെൽകൃഷി ഇറക്കുന്നത് 15 ഏക്കറോളം തരിശു നിലത്ത്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ നീട്ടലിന്റെ ഭാഗമായി ഒരു ദശാബ്ദത്തോളം ഉറങ്ങിക്കിടന്ന വയലുകൾ വീണ്ടും കതിരണിയും. വാർത്തകൾ വിശദമായി. കേരളത്തിന് എയിംസ് ഉറപ്പെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. വളരെ പ്രധാനപ്പെട്ട വർഷമാണ് ഇത്. വലിയൊരു പദ്ധതി കേരളത്തിന് അനുവദിക്കുമെന്ന് അമിത് ഷാ ഉറപ്പു നൽകിയിട്ടുണ്ട്. കേരളത്തിന് അനുവദിച്ച ഫോറൻസിക് ലാബ് ഇല്ലാതാക്കിയത് ആരാണെന്ന വസ്തുത ജനങ്ങൾക്കറിയാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുത്ത് രാജ്യം മുന്നോട്ടു പോകേണ്ട കാലമാണിതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഒരുപാട് കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. എല്ലാവർക്കും പുതിയ പുതിയ നിശ്ചയങ്ങൾ എടുത്ത് രാജ്യം വഴി ലോകത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാവർക്കും പ്രവർത്തിക്കുവാനും വിജയം മാത്രം ലഭിക്കുവാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാവട്ടെ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരാശംസകൾ എന്റെയും പറഞ്ഞിട്ട് പിന്നെ അത് ഇല്ലാതാക്കണ്ട. ഒരു പ്രോജക്റ്റ് പറഞ്ഞത് ഇല്ലാതാക്കിയത് അറിയാവുന്നതല്ലേ. അതിന്റെ രേഖയൊക്കെ ഞാൻ തരാം. ഫോറൻസിക് പക്ഷെ അതിന് പകരം അതിനേക്കാൾ വലിയൊരു പ്രോജക്റ്റ് എനിക്ക് അമിത്ഷാജി തന്നിട്ടുണ്ട്. അതിനൊരു സ്ഥലം വരുമ്പോൾ നോക്കട്ടെ. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് സ്മാർട്ട് സിറ്റി അദ്ദേഹത്തിന്റെ സ്വപ്നം പൂർണ്ണമായും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിൽ എയിംസ് വന്നിരി ഓർഗാനിക്കായിട്ട് വരുന്നത് തന്നെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾക്കെതിരെ പോലും CPM നടപടിയെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊള്ളക്കാരെ പിണറായി സർക്കാർ സംരക്ഷിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. CPM പക്ഷപാതികളായ 2 പേരെയാണ് ഇപ്പോൾ SITയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും പുതിയ നിയമനം കോടതി പുനഃപരിശോധിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം SITക്ക് മേലുണ്ട്. കൂടുതൽ സ്വർണ്ണക്കൊള്ളയുടെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കോടതിക്ക് മുന്നിൽ ഈ വിവരങ്ങൾ വന്നില്ലെങ്കിൽ അയ്യപ്പന്റെ തങ്കവിഗ്രഹം പോലും അടിച്ചുമാറ്റിയേനെ. സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾക്കെതിരെ പോലും CPM നടപടിയെടുക്കാത്തത് ദുരൂഹമാണെന്നും കൊള്ളക്കാരെ സർക്കാർ സംരക്ഷിക്കുകയാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം, അവർ കോടതി നിയമിച്ച ആളുകളാണ്. അവര് സത്യസന്ധമായി അവരുടെ ജോലി ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമ്മതിക്കുന്നില്ല. ഞങ്ങളിത് ആദ്യം മുതലേ പറയുന്ന കാര്യങ്ങളാണ്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം കോടതി ശരിവെച്ചിട്ടുണ്ട്. ഇത് CPM നേതൃത്വത്തിന്റെ ആളെയോട് കൂടി നമുക്ക് അതുകൊണ്ടാണ് ഈ അയ്യപ്പന്റെ സ്വർണ്ണക്കവറിനെ
ജയിലിൽ പോയ ആളുകളെ ഒരു പിണറായി വിജയനെ ശിക്ഷിക്കുന്നു. കേസ് കഴിയുന്നു. അയ്യപ്പന്റെ സ്വന്തം അടിച്ചു മാറ്റിയിട്ട് ജയിലിൽ പോയി കിടക്കുന്നവർക്ക് ഒരു നടപടി ഇപ്പോഴും പാർട്ടി നേതാക്കളാണ്. മറ്റത്തൂരിൽ ഒരു കോൺഗ്രസ് അംഗവും BJPയിൽ ചേർന്നിട്ടില്ല. അവർ ഒരു സ്വതന്ത്രനെ പിന്തുണച്ചു. BJPയും അവരെ പിന്തുണച്ചു. ഇതിനാണ് നടപടിയെടുത്തത്. ഇക്കാര്യം പാർട്ടി ചർച്ചയിലൂടെ പരിഹരിക്കും. പ്രവർത്തകർ BJPയിൽ പോയി എന്നത് മുഖ്യമന്ത്രിയുടെ ആഗ്രഹം മാത്രമാണ്. കാളപെറ്റെന്ന് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി കയറെടുക്കുന്നു. ഈ വിഷയത്തിലും കർണാടക വിഷയത്തിലുമൊക്കെ ഇതാണ് കണ്ടതെന്നും VD സതീശൻ കൂട്ടിച്ചേർത്തു. അവര് BJP പോയി എന്നൊക്കെ മുഖ്യമന്ത്രിയുടെ ആഗ്രഹം. മുഖ്യമന്ത്രി നാളെ പറ്റുന്ന കർണാടക സംഭവത്തിൽ പോയി കയറെടുത്തു. ഈ മറ്റൊരു സംഭവത്തിൽ കയറെടുത്തു. മുഖ്യമന്ത്രിയായിരിക്കുന്ന ഒരാൾ ന്യൂസ് ബ്യൂറോ, തൃശൂർ. മറ്റത്തൂർ വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. KPCC ആയാലും DCC ആയാലും ഇക്കാര്യത്തിൽ ഒറ്റ നിലപാടേ ഉണ്ടാകൂ. വർഗീയ സംഘടനകളുമായി ഒരു ബന്ധവും പാർട്ടിക്ക് ഉണ്ടാകില്ല. പാർട്ടിയുടെ നിലപാടനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന കാര്യം വ്യക്തമാണെന്നും അക്കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളുമില്ലെന്നും KC വേണുഗോപാൽ തൃശൂരിൽ പറഞ്ഞു. വളരെ ഗൗരവതരമായ സംഭവമാണ്. അത് ഒരുപാട് ജനമായ ബെഞ്ചുണ്ടായി. നമ്മുടെ ആരോഗ്യ രംഗത്തിൻ്റെ പൊതുജനാരോഗ്യ രംഗത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഒരുപാടുകളുള്ളത്. ഇന്നലെ തന്നെ ഞാൻ ആരോഗ്യവകുപ്പ് ഈ കാര്യത്തെക്കുറിച്ച് അടിയന്തരമായിട്ട് അന്വേഷിക്കുന്നതുകൊണ്ട് കുറ്റക്കാർക്കെതിരായിട്ട് ശക്തമായ നടപടി സ്വീകരിക്കുന്നത് അവരുടെ ഡയാലിസിസ് നിർത്തിവെക്കണമെന്ന് മനസ്സിലാക്കി. അത് 3 ജീവനുകളാണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഗൗരവതരമായ കാര്യമാണ്. നമ്മുടെ ആരോഗ്യ രംഗത്തിന്റെ പിടിപ്പുകൾ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ സർക്കാർ ആശുപത്രികളിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് മറ്റൊരു ഉദാഹരണമാണ് അത്യന്തം ഗൗരവതരമായ കാര്യമാണ്. മന്ത്രി അക്കാര്യത്തിൽ സത്വരമായി ഇടപെടുമെന്നാണ് ഞാൻ പറയാറുള്ളത്. ഈ സ്വർണ്ണ കേസിൽ കടകംപള്ളിയെ മൊഴിയെടുത്തു. പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മൊഴിയെടുപ്പാണ് ആഗമനം വരുന്നത്. അന്വേഷണത്തിന്റെ വഴി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ അന്വേഷണ രീതികളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ. ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് മാത്രമാണ്. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഒരാളും ഇപ്പോഴും അകത്താകില്ലായിരുന്നു, ഈ അന്വേഷണം ഉണ്ടാവില്ലായിരുന്നു, പുറത്ത് വരില്ലായിരുന്നു. അപ്പോൾ ഹൈക്കോടതിയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ ശരിയായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഹൈക്കോടതി നിയമിച്ച SIT ആണെങ്കിലും ഈ SITയെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പോലീസിന് എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുന്നത് പരിമിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ചോദ്യം ചെയ്യുന്നത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നവർക്ക് സൗകര്യപ്പെടുന്ന രീതിയിലാണ് ചോദ്യം ചെയ്യലുകൾ നടത്തുന്നത്. അപ്പോൾ സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കുന്നത് ചോദ്യം ചെയ്യലിൽ പോലും നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് SITയുടെ വിവരണം. അപ്പോൾ അതുകൊണ്ട് SITയുടെ വിശ്വാസ്യത നിലനിർത്തേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് പൊതുസമൂഹം ഇതെല്ലാം നോക്കിക്കാണുന്നു. പാർട്ടിക്ക് വ്യക്തമായ നിലപാടിക്കായിരുന്നു. പാർട്ടി നിലപാട് ഒന്നേ ഉണ്ടാവുള്ളൂ. അത് KPCC DCC ആയാലും പാർട്ടി നിലപാട് വ്യക്തമാണ്. പാർട്ടിയുടെ താല്പര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിന് സംശയമില്ല. വർഗീയ സംഘടനകളുമായിട്ടുള്ള ഒരു ബന്ധവും പാർട്ടിക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കോൺഗ്രസ് പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞെന്ന് രമേശ് ചെന്നിത്തല. പ്രതികളെ അറസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, തൊണ്ടി മുതൽ കണ്ടെത്തണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ശബരിമലയിൽ നിന്ന് കവർന്ന സ്വർണം വിദേശത്തേക്ക് കടത്തിയെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോടാനുകോടിയുടെ ലാഭം ലക്ഷ്യം ഇടുന്നവരാണ് പിന്നിൽ. ഹൈക്കോടതി നിയന്ത്രണത്തിൽ കേസ് CBI അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞതെല്ലാം ശരിയാന്ന് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് വലിയൊരു കൊള്ളയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. ഈ സ്വർണം വളരെ ആസൂത്രിതമായ നിലയിലാണ് വിദേശത്തേക്ക് കടത്തിയിട്ടുള്ളത്. ഒരു സംശയം വേണ്ട. ആളുകളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ലല്ലോ. തൊണ്ടി മുതൽ കണ്ടെത്തണ്ടേ? തൊണ്ടി മുതൽ എവിടെ? വിദേശ രാജ്യങ്ങളിലേക്ക്, അന്തർദേശീയ മാർക്കറ്റുകളിലേക്ക് ആന്റിക്സായി ഇത് കടത്തിയാൽ വലിയ കോടാനുകോടി ഇവിടെ ലാഭം കിട്ടുമെന്ന് ഉറപ്പുള്ള ആളുകളായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു വിദേശ മലയാളി കാര്യം പറഞ്ഞപ്പോൾ ഞാൻ SITയുടെ മുമ്പിൽ ചെന്ന് പറയാമെന്ന് കരുതിയത്. കൂടുതൽ അന്വേഷണം അനിവാര്യമാണ്. ഈ കാര്യത്തിൽ ശക്തമായ നടപടി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വരണം. അയ്യപ്പന്റെ മുതൽ കട്ടവരാരും രക്ഷപ്പെടില്ല. സ്വർണം അടിച്ചുകൊണ്ടുപോയവർ നിയമത്തിന് മുന്നിൽ വരും.
അതിനായി പോരാട്ടം തുടരും. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ വലിയ കാര്യമില്ലെന്നും മുഖ്യമന്ത്രി വർഗീയത ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ന്യൂനപക്ഷ വർഗീയത ആളിക്കത്തിക്കാൻ ശ്രമിച്ചു. ജനങ്ങൾ തിരസ്കരിച്ചു. ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത ആളിക്കത്തിക്കാനാണ് ശ്രമം. മതനിരപേക്ഷത CPM എന്നോ കൈവിട്ടിരിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്നെ ആരും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശ്. ആരോപണത്തിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിയാണെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഒന്നും മറച്ചുവെക്കാനില്ലെന്നും ഒരു ഭയവുമില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. SITക്ക് മുന്നിൽ പോകും മുമ്പ് മാധ്യമങ്ങളെ അറിയിക്കും. ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞത് ചാനലുകളിലൂടെ മാത്രമാണ്. തനിക്ക് യാതൊരു അറിവുമില്ല, തന്നെ വിളിപ്പിച്ചിട്ടുമില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകും. ചാനലുകാർ പറഞ്ഞതുകൊണ്ട് പോകാനാകില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. തന്നെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചാനലുകാരെയും അറിയിക്കണം, അല്ലെങ്കിൽ പറയാനുള്ളത് അതിനു മുമ്പ് തന്നെ വിളിച്ചു പറയും. ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. അത് ഇന്നലെ ഞാൻ ശിവഗിരിയിൽ ഉണ്ടായിരുന്ന സമയത്ത്, അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മാതൃഭൂമിയാണ് എന്നോട് ആ ചോദ്യം ഉന്നയിച്ചത്. ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു അറിവുമില്ല, എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പക്ഷേ ഞങ്ങളെയൊക്കെ നേരിട്ട് അറിയിച്ചാൽ, എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല, ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ്. പക്ഷേ ചാനലുകാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ SITയുടെ മുമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമായി ഞാൻ കാണുന്നില്ല. പക്ഷേ ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം, അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും. അതല്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാനവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ്. എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഇത്തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സോണിയാഗാന്ധിയുമായുള്ള പോറ്റിയുടെ കൂടിക്കാഴ്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു നൽകിയിട്ടില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്താതെ സർക്കാർ മെഡിസെപ്പ് തുക വർദ്ധിപ്പിച്ചത് ഇൻഷുറൻസ് കമ്പനിയുടെ താൽപര്യത്തിനു വഴങ്ങിയാണെന്ന് KSSPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് A. ബാലൻ. മെഡിസെപ്പ് പ്രീമിയം വർദ്ധിപ്പിച്ചതിനും പെൻഷൻ പരിഷ്കരണം നടപ്പാക്കാത്തതിനുമെതിരെ പാലക്കാട് ജില്ലാ ട്രഷറിക്ക് മുന്നിൽ KSSPA നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു A. ബാലൻ. ജീവനക്കാരെയും പെൻഷൻകാരെയും ഇതുപോലെ അവഗണിച്ച സർക്കാർ മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും A. ബാലൻ കുറ്റപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിനുള്ള മാർക്കായിരുന്നെന്നും C. ബാലൻ പറഞ്ഞു. കേരളത്തിലെ എല്ലാ ട്രഷറികൾക്ക് മുൻപിലും KSSPA എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനം, അതിൻ്റെ അംഗങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ ധർണകളുമായി മുന്നോട്ട് പോകുകയാണ്. ഈ ധർണയ്ക്ക് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു. പ്രധാനമായും മെഡിസെപ്പിന്റെ പ്രീമിയം തുക വർദ്ധിപ്പിച്ചതിനെതിരെയാണ്. മെഡിസെപ്പിന്റെ പ്രീമിയം തുക 810 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 500 രൂപ എന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പ്രീമിയം തുക ഒക്കെ വർദ്ധിപ്പിക്കുന്ന കാലഘട്ടത്തിൽ മുൻകാലങ്ങളിലുള്ളതിനേക്കാളും എന്തെങ്കിലും ഒരു മെച്ചം അല്ലെങ്കിൽ ഒരു ഗുണം ആ പദ്ധതിയിലുണ്ടായിരിക്കണം. പക്ഷേ നമ്മൾ ആവശ്യപ്പെട്ട ഒരു കാര്യങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്താതെ ഏകപക്ഷീയമായി കേരളത്തിലെ സർക്കാർ പ്രീമിയം തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രഫുൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ V. അച്യുതൻ, PD. സുവർണൻ, PA. ഇന്ദിര, അനന്തൻ മാസ്റ്റർ, ജമീല റഷീദ്, V. ആന്റണി, മജീദ്, മോഹൻകുമാർ, റഷീദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മെഡിസെപ്പ് പ്രീമിയം വർധനവിനെതിരെ ഷൊർണൂരിൽ KSSPAയുടെ പ്രതിഷേധം. ഷൊർണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ
ധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മെഡിസെപ്പ് പ്രീമിയം തുക സംഘടനകളുമായി കൂടിയാലോചിക്കാതെ ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ചത് ഉടൻ പിൻവലിക്കുക, മെഡിസെപ്പിന് ഓപ്ഷൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSSPA ഷൊർണൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഷൊർണൂർ സബ് ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് VP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും തുച്ഛമായി കിട്ടുന്ന പെൻഷനിൽ നിന്നും പ്രീമിയം എന്ന ഓമനപ്പേരിൽ തുക പിരിച്ചു. 500 രൂപ വെച്ച് പിരിച്ചു. ഒരു മാസം 6000 രൂപ ഒരു പെൻഷൻകാരനും അതുപോലെ തന്നെ സർവീസ് ജീവനക്കാരനും ഈ പ്രീമിയം ഇനത്തിലേക്ക് അടയ്ക്കുന്ന അവസ്ഥ വന്നു. അവരുടെ ശമ്പളത്തിൽ നിന്നും പെൻഷനിൽ പിടിക്കുന്ന അവസ്ഥ വന്നു. ഒരു വർഷം 6000 രൂപ. ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും പെൻഷൻകാരാണെങ്കിൽ അവരിൽ നിന്നും 12000 രൂപയുടെ ആനുകൂല്യങ്ങൾ ആ വർഷം തോറും പിടിക്കുന്ന അവസ്ഥയിലേക്ക് സർക്കാർ മാറി. എന്നിട്ടോ ഏതെങ്കിലും നല്ല ആശുപത്രികൾ ഇതിന്റെ പാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ഏതെങ്കിലും ആശുപത്രികളിൽ ഒരു ചികിത്സയുമായി പോയാൽ മുഴുവൻ അസുഖങ്ങൾക്കും ചികിത്സ ലഭ്യമാകുന്നുണ്ടോ? കണ്ണിന്റെ തിമിരത്തിന് ശസ്ത്രക്രിയക്ക് പോയാൽ 30,000 രൂപ ചെലവ് വരുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് 15,000 രൂപയാണ്. ഇത്തരത്തിൽ വികലമാക്കി നമ്മുടെ ഇൻഷുറൻസിനെ വികലമാക്കിയ ഒരു സർക്കാരാണ് ഇന്ന് മെഡിസിപ്പിന്റെ പേരിൽ ഈ മാസം മുതൽ 310 രൂപ, അതായത് ഒരു മെമ്പർ, ഒരു അംഗം 810 രൂപ ഈ മാസം മുതൽ അടയ്ക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കാം. രാധാകൃഷ്ണദാസ്, G. അജിത് കുമാർ, C. വേലായുധൻ, K. ശിവപ്രകാശൻ, V. മുരളീധരൻ, NM പത്മനാഭൻ, PA മുംദാസ്, KT വേണുഗോപാലൻ, P. ബാലേന്ദ്രൻ, രാമദാസ് പാലക്കോട്, E. സുമാലിനി, M. പരമേശ്വരനുണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൃശൂർ വരടിയത്ത് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഒരു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ഇരവിമംഗലം നടുവിൽ പറമ്പിൽ വീട്ടിൽ എമിലിയ ആണ് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ മരിച്ചത്. ഇന്നലെ രാത്രി എമിലിയ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷ മൺകൂനയിൽ തട്ടി മറിയുകയായിരുന്നു. ഷൊർണൂർ ഗണേഷ്ഗിരിയിലെ KS സമാജം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള അധികൃതരുടെ നീക്കം വാർഡ് കൗൺസിലർ EP നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അടച്ചുപൂട്ടാനുള്ള അധികൃതരുടെ നീക്കം തടഞ്ഞത്. നഷ്ടത്തിലായതിനാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡർ അനുസരിച്ചാണ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നതെന്നാണ് അധികൃതർ നൽകിയ വിശദീകരണം. ഒറ്റപ്പാലം പോസ്റ്റൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് കീഴിലെ 5 പോസ്റ്റ് ഓഫീസുകളാണ് അടച്ചുപൂട്ടുന്നത്. ഇതിൽ ഷൊർണൂർ ഡിവിഷന് കീഴിൽ പരുത്തിപ്പുറ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടിയതിന് പിന്നാലെയാണ് പോസ്റ്റൽ അധികാരികൾ ഉച്ചയോടെ ഗണേശഗിരിയിലെ KS സമാജം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനെത്തിയത്. ഒറ്റപ്പാലം പോസ്റ്റൽ ഹെഡ് ഓഫീസിന്റെ നിർദ്ദേശമനുസരിച്ച് പട്ടാമ്പി ഡിവിഷൻ പോസ്റ്റ് ഓഫീസിലെ അസിസ്റ്റന്റ് സൂപ്രണ്ടാണ് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനെത്തിയത്. ഇതോടെ പ്രതിഷേധമുയർന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ RD ചേരാൻ വന്നപ്പോഴാണ് ഇത് RD ചേരാൻ പറ്റില്ല. അവര് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ ഇത്ര പേരും അവര് പറഞ്ഞോ? അവര് പറഞ്ഞില്ലേ? അല്ലാതെ നിങ്ങളിപ്പോ ഞാൻ അവിടെ ഒന്ന് പൂട്ടാനാണ് ഇൻസ്പെക്ഷൻ എടുക്കാനാണ്. ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ ഇവിടെ ഉള്ള ഗണേശിയിലുള്ള ഈ താമസക്കാരോട് RD ചേരാൻ വന്നപ്പോൾ RD ചേരാൻ പറ്റില്ല എന്നും ഇവിടെ പൂട്ടി എന്നും പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഈ നാട്ടുകാർക്ക് അറിയണ്ടേ ഒരു സ്ഥാപനം പൂട്ടുമ്പോൾ? ഞാൻ എന്റെ കാര്യം പറയട്ടെ. ഞാൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് പട്ടാമ്പിയാണ്. എൻ്റെ ജൂറിസ്ഡിക്ഷനുള്ള ഓഫീസല്ല ഇത്. ഇന്നലെ എനിക്ക് മെയിൽ കിട്ടി, ഇന്ന് ഇവിടെ അസിസ്റ്റ് ചെയ്യണം, പൂട്ടാൻ വേണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഇവരുടെ നമ്പറും കിട്ടിയത്. ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞത്. ഞങ്ങൾ പോലീസിൽ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നേരിട്ട് ചെല്ലാൻ പറഞ്ഞു. പോലീസുകാരോട് പറയും, അവർ പ്രൊട്ടക്ഷൻ തരികയാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളൊന്നും ചെയ്യില്ല, ഞാൻ തിരിച്ചു പോകും. വാർഡ് കൗൺസിലർ EP നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനങ്ങളാണ് പോസ്റ്റ് ഓഫീസെ പൂട്ടാനുള്ള അധികൃതരുടെ നീക്കം തടഞ്ഞത്. പിന്നീട് അല്പനേരം വാക്കേറ്റവും ഉണ്ടായി. 1 രൂപ പോലും വാടക വാങ്ങിക്കാതെയാണ് പോസ്റ്റ് ഓഫീസ് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്നതെന്നും ജനങ്ങളുടെ താൽപ്പര്യം കണക്കിലെടുത്ത് പോസ്റ്റ് ഓഫീസ് അടയ്ക്കാനുള്ള അധികൃതരുടെ നീക്കം അനുവദിക്കില്ലെന്നും EP നന്ദകുമാർ ഉദ്യോഗസ്ഥരെ അറിയിച്ചു. RD എടുക്കുന്നവരോട് പോലും വിവരം അറിയിക്കുകയോ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നോട്ടീസ് പതിക്കുകയോ പോലും ചെയ്യാതെയാണ് ആരും അറിയാതെ അധികാരികൾ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്ന നടപടിയെന്നും ഇത് അംഗീകരിക്കില്ലെന്നും EP നന്ദകുമാർ പറഞ്ഞു. അതേസമയം ഒറ്റപ്പാലം പോസ്റ്റൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ നിർദ്ദേശമനുസരിച്ചാണ് താൻ ഇവിടെ എത്തിയതെന്നും നഷ്ടത്തിലാണെന്ന കാരണത്താലാണ് ഈ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടുന്നതെന്നും ഇത്തരം പോസ്റ്റ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ സെൻട്രൽ ഗവൺമെന്റിന്റെ ഓർഡർ ഉണ്ടെന്നും അസിസ്റ്റന്റ് സൂപ്രണ്ട് പ്രതിഷേധക്കാരെയും അറിയിച്ചു. പോസ്റ്റ് ഓഫീസിലെ RD ഇടപാടുകാരും KS സമാജം അധികാരികളും പ്രതിഷേധത്തിൽ പങ്കാളികളായി. എന്തുതന്നെയായാലും പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാൻ അനുവദിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിൽ ജനപ്രതിനിധി അടക്കമുള്ളവർ പ്രതിഷേധം അറിയിച്ചു. പ്രശ്നം രൂക്ഷമായതോടെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഷൊർണൂർ പോലീസിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അധികാരികൾ പോസ്റ്റ് ഓഫീസിലെത്തിയ ശേഷം പ്രതിഷേധക്കാരുമായി സംസാരിക്കുകയായിരുന്നു. തൽക്കാലം അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറിയാണ് പോസ്റ്റൽ അധികാരികൾ മടങ്ങിയത്. ന്യൂസ് സെന്റർ ഷൊർണൂർ.
ഷൊർണൂർ ഗണേഷ്ഗിരിയിലെ KA സമാജം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് നിലനിർത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ നിന്നും അധികാരികൾ പിന്മാറണമെന്നും RD ഇടപാടുകാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. RD ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി വർഷങ്ങളായി തങ്ങൾ ഈ പോസ്റ്റ് ഓഫീസിനെയാണ് ആശ്രയിക്കുന്നത്. നിരവധി പേർ RD അടയ്ക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടിയാൽ കൂടുതൽ ബുദ്ധിമുട്ടിലാവും. മറ്റു ദൂരെയുള്ള പോസ്റ്റ് ഓഫീസിനെ ആശ്രയിക്കാൻ കഴിയില്ലെന്നും ഈ പോസ്റ്റ് ഓഫീസ് ഒരു കാരണവശാലും അടച്ചുപൂട്ടാൻ അധികാരികളെ അനുവദിക്കില്ലെന്നും ഈ നീക്കത്തിൽ നിന്നും പിന്മാറണമെന്നും ED ഇടപാടുകാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. സമാജത്തിൻ്റെ പോസ്റ്റ് ഓഫീസ് ആയതുകൊണ്ട് കൂടിയതാണ്. കഴിഞ്ഞിട്ട് രണ്ടാമത് കൂടിയ RD ആണിത്. ഇത് ഏകദേശം 2 വർഷത്തോളമായി. ഇതിപ്പോൾ നമുക്ക് അടയ്ക്കാൻ സൗകര്യം ഉണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മളിവിടെ ചേർന്നത്. അപ്പോൾ ഇത് കൂട്ടാന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇത് അടയ്ക്കാനും ഇപ്പോൾ ഷൊർണൂർ കൊണ്ട് അടയ്ക്കാനൊക്കെ നമുക്കിത് ബുദ്ധിമുട്ടാണ്. RD ചേർന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഓഫീസിലാണ് പൈസ അടച്ചിരിക്കുന്നത്. 10-16,000 റുപ്യ കിടക്കുക പോസ്റ്റ് ഓഫീസിൽ. ഈ പൈസ കിട്ടണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഏത് പോസ്റ്റ് ഓഫീസിലാണ് പോകേണ്ടത്? ഈ പോസ്റ്റ് ഓഫീസ് പൂട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആരത്തി എന്ന് ചോദിക്കും. ഗണേശ്ശേരിയൊന്നും പോകാൻ പറ്റില്ല, ഷൊർണൂരും പോകാൻ പറ്റില്ല. ഈ പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ വാങ്ങണം. 16,000 റുപ്യ തന്നിട്ട് അയാളെ വിടില്ല, അല്ലെങ്കിൽ അയാൾ കാറ് ഞാൻ തല്ലി വിളിക്കും. 2000 തരുന്നതിൽ 200 റുപ്യ പിടിക്കുക. ഇപ്പം എന്താ വേണ്ടത്? ഇതിവിടെ തന്നെ വേണം. ന്യൂസ് സെന്റർ ഷൊർണൂർ. പരിചരണക്കുറവ് കോട്ടായി വയോജന പാർക്ക് മാലിന്യ നിക്ഷേപ മേഖലയായി. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും വൻ തുക ചിലവഴിച്ചാണ് കോട്ടായി സെന്ററിൽ വയോജന പാർക്ക് സ്ഥാപിച്ചത്. പാർക്ക് ആർക്കും ഉപകാരമില്ലാതെ നശിക്കുകയാണെന്നും ആരോപണമുണ്ട്. വൻ തുക ചെലവഴിച്ച് സ്ഥാപിച്ച കോട്ടായിലെ വയോജന പാർക്ക് ആവശ്യമായ ശ്രദ്ധയോ പരിചരണമോ ഇല്ലാത്തതിനാൽ മാലിന്യ നിക്ഷേപ മേഖലയായി. ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങൾ വ്യാപകമായി തള്ളിയിട്ടുണ്ട്. കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും വൻ തുക ചെലവഴിച്ചാണ് കോട്ടായി സെന്ററിൽ വയോജന പാർക്ക് സ്ഥാപിച്ചത്. പാർക്കിനോടനുബന്ധിച്ച് ഷട്ടിൽ കോർട്ട് നിർമ്മിച്ചത് കോട്ടായി പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ്. മലമ്പുഴ മെയിൻ കനാലിന്റെ പുറമ്പോക്ക് സ്ഥലത്താണ് വയോജന പാർക്കും ഷട്ടിൽ കോർട്ടും സ്ഥാപിച്ചിട്ടുള്ളത്. വയോജന പാർക്കും പരിസരവും മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുകയാണ്. ചാക്കിൽ കെട്ടിയ മാലിന്യങ്ങളും തള്ളിയിട്ടുണ്ട്. വൻതുക ചെലവഴിച്ച് നിർമ്മിച്ച വയോജന പാർക്ക് ആർക്കും ഉപകാരമില്ലാതെ നശിക്കുകയാണെന്ന ആരോപണവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം BRCയുടെ നേതൃത്വത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ദ്വിദിന സഹവാസ ക്യാമ്പ് ആരംഭിച്ചു. ലക്കിടി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ക്യാമ്പ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ മാനസിക ഉല്ലാസവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാനും അവരെ പൊതുസമൂഹത്തിന്റെ ഭാഗമാക്കാനും ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തുടനീളം BRCകളുടെ നേതൃത്വത്തിൽ സഹവാസ ക്യാമ്പുകൾ നടത്തിവരുന്നത്. ഒറ്റപ്പാലം BRCക്ക് കീഴിലുള്ള 20ഓളം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും പങ്കെടുക്കുന്ന ക്യാമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര ടീച്ചർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് രാമകൃഷ്ണൻ, ഒറ്റപ്പാലം BPC PM വെങ്കിടേശ്വരൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ A. സുപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. ആദ്യ ദിനത്തിൽ മഞ്ഞുരുക്കൽ, നാടൻ കൃഷിരീതികളെ പരിചയപ്പെടൽ, മാജിക് ഷോ, കളിയരങ്ങ്, സ്നേഹാരാമം എന്നിവ നടന്നു. ക്യാമ്പ് ഫയറോടെ ആദ്യ ദിനത്തിന് സമാപനമായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സീനിയർ സിറ്റിസൺസ് ഫോറം ഷൊർണൂർ ടൗൺ യൂണിറ്റ് ജനപ്രതിനിധികളെ അനുമോദിച്ചു. VK ശ്രീകൃഷ്ണൻ, A. പ്രദീപ്, T. ബിന്ദു, മുഹമ്മദ് ആഷിഖ് എന്നിവരെയാണ് മഞ്ഞക്കാട് നടന്ന ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചത്. കേരള സീനിയർ സിറ്റിസൺ ഫോറം ഷൊർണൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് ജനപ്രതിനിധികളെ അനുമോദിക്കുന്നതിനായി അനുമോദന സായാഹ്നം സംഘടിപ്പിച്ചത്. മഞ്ഞക്കാട് ശ്രീനാരായണ സമാജം ഹാളിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. കൗൺസിലർമാരായ VK ശ്രീകൃഷ്ണൻ, A. പ്രദീപ്, T. ബിന്ദു, മുഹമ്മദ് ആഷിഖ് എന്നീ കൗൺസിലർമാരെയാണ് ആദരിച്ചത്. ജനപ്രതിനിധികളെ പൊന്നാടി അണിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. യോഗം AJ മാത്യു ഉദ്ഘാടനം ചെയ്തു. BJP ആവാം, പുറത്ത് നമ്മൾ BJP ആവാം, കോൺഗ്രസ് ആവാം, CPM ആവാം, അല്ലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആവാം. ഞാനത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഒറ്റപ്പാലത്താണ് താമസിക്കുന്നതെങ്കിലും ഞാൻ കോട്ടയം ജില്ലയിലെ മുണ്ടക്കൈ സ്വദേശിയാണ്. ഞാൻ ഇപ്പോൾ ഇവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നത് എൻ്റെ പഴയകാല പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഞാൻ ഓർക്കുകയാണ്. പഞ്ചായത്തിനുള്ളിൽ there was no politics. ഭരണസമിതി കൂടുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമില്ലായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ രാഷ്ട്രീയം പ്രസംഗിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കറിയാം, വാഗ്വാദങ്ങളൊക്കെ പറയും. പക്ഷേ ഭരണസമിതി കൂടുമ്പോൾ
നാടിന്റെ നന്മയ്ക്ക് വേണ്ടി അവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. പി സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. രാമേന്ദ്രൻ നായർ, സന്തോഷ് കുമാർ, TN ശ്രീനിവാസൻ, സി മധുസൂദനൻ, M രാമേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. VK ശ്രീകൃഷ്ണൻ, A പ്രദീപ്, T ബിന്ദു, മുഹമ്മദ് ആഷിഖ് എന്നിവർ മറുപടി പ്രസംഗവും നടത്തി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കാലങ്ങളായി തരിശിട്ടിരുന്ന നെൽവയലിൽ കൃഷിയിറക്കി മങ്കര കൃഷിഭവൻ. 15 ഏക്കർ തരിശിട്ട നെൽവയലിലാണ് കൃഷിഭവന്റെ നേരിട്ട ഉത്തരവാദിത്വത്തോടെ കൃഷി ഇറക്കിയിട്ടുള്ളത്. ഗെയിൽ വാതക പൈപ്പ് നീട്ടലിന്റെ ഭാഗമായി 10 വർഷത്തോളമായി കൃഷി ഇറക്കാതെ കാട് മൂടിയ അവസ്ഥയിലായിരുന്നു നെൽപ്പാടങ്ങൾ. 8 വർഷത്തിലധികമായി തരിച്ചു കിടക്കുന്ന നെൽകൃഷി ഭൂമി വീണ്ടും കൃഷിയോഗ്യമാക്കി ഒരു നടീൽ യജ്ഞം പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാർഷിക മേഖല വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോവുകയാണെങ്കിലും ഇത്തരം ഒരു പ്രവൃത്തി കൃഷിഭവനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. മാത്രമല്ല ആത്മാ പദ്ധതിയും കൂടി ഇതിന് നേതൃത്വം വഹിക്കുന്നുണ്ട്. മങ്കര ഉക്കാരിക്കോട് ഓരാമുള്ളി പാടശേഖരത്തിന്റെ 15 ഏക്കർ തരിശിട്ട നെൽവയലിലാണ് മങ്കരയിലെ കൃഷി വകുപ്പ് നേരിട്ട് കൃഷിയിറക്കി മാതൃകയായത്. ഗെയിൽ വാതക പൈപ്പ് നീട്ടുന്നതിന്റെ ഭാഗമായി 15 ഏക്കർ നെൽകൃഷി 10 വർഷത്തോളമായി തരിശിട്ട് കാടുമൂടിയ നിലയിലായിരുന്നു. ഇതോടെ നെൽപ്പാടങ്ങൾ കൃഷിക്ക് ഉപയോഗപ്പെടുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിലായതിനെ തുടർന്നാണ് മങ്കര കൃഷിഭവന്റെ നേതൃത്വത്തിൽ കൃഷിയിറക്കാൻ തയ്യാറായത്. 130 ദിവസം പ്രായത്തിൽ കൊയ്തെടുക്കാവുന്ന ഉമ, കാഞ്ചന എന്നീ വിത്തുകളാണ് കൃഷിയിറക്കിയത്. മങ്കര കൃഷിഭവന്റെ നേതൃത്വത്തിൽ മങ്കര കാർഷിക കർമ്മസേനകളാണ് പ്രവർത്തികൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. സർക്കാരിന്റെ സുസ്ഥിര നെൽകൃഷി പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കൃഷിയിറക്കിയതെന്ന് കൃഷി ഓഫീസർ സി മുകുന്ദകുമാർ പറഞ്ഞു. കൃഷിഭവൻ സംഘടിപ്പിച്ച നടീൽ ഉത്സവം മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് KA വിനീത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KR ഷാജീവ് അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ പദ്ധതി വിശദീകരിച്ചു. പാടശേഖര സമിതി ഭാരവാഹികളായ ശിവകുമാർ വർമ്മ, വത്സകുമാർ, പഞ്ചായത്ത് അംഗം ഗ്രീഷ്മ, കൃഷി അസിസ്റ്റന്റ് ദേവദാസ്, കർമ്മസേന സൂപ്പർവൈസർ സി സരിത, വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഏകദേശം 4.25 ലക്ഷം രൂപ ചെലവിലാണ് കൃഷി ഇറക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ധനലക്ഷ്മി ലോട്ടറിയുടെ 1ാം സമ്മാനമായ 1 കോടിയുടെ ഭാഗ്യവാൻ ഷൊർണൂരിൽ നിന്നും എടുത്ത ടിക്കറ്റിന് DF 869610 എന്ന നമ്പറിലെ ടിക്കറ്റിനാണ് 1 കോടി ലഭിച്ചിരിക്കുന്നത്. ടിക്കറ്റ് എടുത്ത ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ധനലക്ഷ്മി ലോട്ടറിയുടെ 1ാം സമ്മാനമായ ഷൊർണൂരിൽ നിന്നും എടുത്ത ടിക്കറ്റിനാണ് ലഭിച്ചത്. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ കിരീടം ലോട്ടറി മൊബൈൽസ് കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എടുത്ത ടിക്കറ്റിനാണ് 1 കോടി രൂപ സമ്മാനമായി ലഭിച്ചത്. DF 869610 എന്ന നമ്പറിലെ ടിക്കറ്റിനാണ് 1 കോടി 1ാം സമ്മാനമായി ലഭിച്ചിരിക്കുന്നത്. രാവിലെ 11 മണിയോടുകൂടിയാണ് ടിക്കറ്റ് വിറ്റുപോയതെന്നും അതേസമയം ടിക്കറ്റ് എടുത്ത ആളെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും കടയുടമ വിഷ്ണുദാസ് പറഞ്ഞു. ഇന്നലെ ലാസ്റ്റ് വന്നിട്ട് ഒരാളെടുത്ത് പോയ ലോട്ടറിയാണ്. ഇന്നലെ രാവിലെ ഒരു 11 മണി നമ്മൾ കടന്നു തുറക്കണം. ഉച്ചവന്ന് കടന്നു വരുന്നതാണെന്ന് വിചാരിച്ചത്. ആ ലോട്ടറിക്കാണ് ഇന്നലെ ഇവിടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചത്. അതേത് എടുത്തുപോയ ആളാരെന്ന് അറിയില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശി ആരബി കലാസമിതി ആൻഡ് ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ പുതുവത്സര ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ആരബി ഗ്രന്ഥശാല പ്രസിഡന്റ് CP രാമൻ അധ്യക്ഷത വഹിച്ചു. ആരബി കലാസമിതിയിലൂടെ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവരികയും നിലവിൽ വാർഡ് മെമ്പറും ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ PP വിജയനെ V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പൊന്നാട അണിയിച്ച് അനുമോദിച്ചു. J പാർത്ഥസാരഥി, സത്യനാഥൻ മാസ്റ്റർ, ദീപ ടീച്ചർ, കുമാരി ദേവിക എന്നിവർ സംസാരിച്ചു. ആരബി കലാസമിതി സെക്രട്ടറി രാജേഷ് സ്വാഗതവും ആരബി കലാസമിതി പ്രസിഡന്റ് V രമേശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ ചെറുതുരുത്തി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ചടങ്ങിൽ സാംസ്കാരിക രംഗത്ത് മികച്ച സേവനത്തിനുള്ള അവാർഡ് ചെറുതുരുത്തി റിവർ റിട്രീറ്റ് MD തിലകൻ ഉള്ളാട്ടിന് സമ്മാനിച്ചു. റോട്ടറി ഒരുപാട് വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. റോട്ടറി ഷൊർണൂരിൻ്റെ ചരിത്രവും ഏകദേശം അങ്ങനെ തന്നെയാണ്. വളരെ പ്രഗത്ഭന്മാരായ ഒരുപാട് സാരഥികളുണ്ടായിരുന്ന അല്ലെങ്കിൽ സാരഥികൾ നയിച്ച അവരുടെ കഴിവുകളെല്ലാം നന്നായി പ്രകടിപ്പിച്ച കുറേ വർഷങ്ങളാണ് റോട്ടറിയുടെ ചരിത്രത്തിൽ, റോട്ടറി ഷൊർണൂരിൻ്റെ ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആ പൂർവ്വ സൂര്യകളുടെ മുമ്പിൽ
പ്രത്യേകിച്ചൊന്നും ചെയ്തതായിട്ട് ഞാൻ കരുതുന്നില്ല. അഥവാ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് ഷൊർണൂർ റോട്ടറിയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും വളരെ ആക്റ്റീവായിട്ട് നിന്ന കുറേ മെമ്പേഴ്സിൻ്റെയും ഒക്കെ കഴിവ് കൊണ്ട് മാത്രമാണ് സാധിക്കാൻ കഴിഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. ഷൊർണൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ CR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ AK ഹരീന്ദ്രനാഥ്, GR സന്ധ്യ മന്നത്ത്, വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ജിഷ് പ്രകാശ്, ജോയിന്റ് സെക്രട്ടറി രാമു ചാത്തനാത്ത്, പ്രോഗ്രാം റോട്ടേറിയൻ KP രാജേഷ്, CP ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രോഗ്രാം ചെയർമാൻ NP കൃഷ്ണകുമാർ സ്വാഗതവും ട്രഷറർ N പുഷ്പരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മണ്ണൂർ NCP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KFDC ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട P. റസാഖ് മൗലവിക്ക് സ്വീകരണവും പുതുവത്സരാഘോഷവും നടത്തി. പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള ആഘോഷ പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ലോകത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2026 സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സ്നേഹ സമ്പൽ സമൃദ്ധിയുടെയും വർഷമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് K. ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ SJN നജീബ്, B. ഹരിദാസൻ, NS ഹംസ, TK രാജൻ, A. ഷഫീഖ്, NS നിയാസ്, PM അബ്ദുസലാം, അബ്ദുൾ മജീദ്, വാസു, സുഗുണ തുടങ്ങിയവർ സംബന്ധിച്ചു. ഫുട്ബോൾ വിതരണവും നടന്നു. മണ്ണൂർ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മണ്ണൂർ പഞ്ചായത്തിലെ നിർധന കുടുംബങ്ങൾക്ക് പുതുവർഷക്കോടി വിതരണം ചെയ്തു. കോട്ടായി റിട്ടയേർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ കൃഷ്ണലീല ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി സാമൂഹ്യ സാംസ്കാരിക കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നന്മ അതിൻ്റെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെറും കാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല, ഒട്ടനവധി വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഏറ്റവും അർഹരായ കൈകളിൽ ആ സഹായഹസ്തം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. ഒരു കൈത്താങ്ങായിട്ട് ഈ പ്രദേശത്തിലെ വൃക്കരോഗികൾക്കും ഹൃദ്രോഗികൾക്കും പക്ഷാഘാതം പിടിപെട്ടവർക്കും ക്യാൻസർ രോഗികൾക്കെല്ലാം അവരുടെ ഏറ്റവും അത്യാസന്ന സാഹചര്യത്തിൽ സഹായം കൊടുത്തുകൊണ്ട്, ആംബുലൻസ് സേവനം നടത്തിക്കൊണ്ട്, മരുന്ന് വാങ്ങിച്ചു കൊടുത്തുകൊണ്ട്, രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട്, നടക്കാൻ കഴിയാത്തവർക്ക് ഒരു താങ്ങായി വീൽ ചെയർ തുടങ്ങിയ സഹായം ചെയ്തുകൊണ്ട്, അങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഈ ദിവസം മുഴുവൻ വേണ്ടിവരും. അത്രമാത്രം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെയാണ് നന്മ മുന്നോട്ട് പോകുന്നത്. ട്രസ്റ്റ് പ്രസിഡന്റ് K. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MC വാസു മാസ്റ്റർ, N. തങ്കപ്പൻ, രക്ഷാധികാരി K. ബാലകൃഷ്ണൻ, M. ജയകൃഷ്ണൻ, KV ദാസൻ, K. വാസുദേവൻ, AP ഉണ്ണികൃഷ്ണൻ, P. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 200 പേർക്കാണ് പുതുവർഷക്കോടി വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം താലൂക്ക് പ്രസ് ക്ലബ്ബിൽ ന്യൂ ഇയർ ആഘോഷിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഫിറോസ് K. പടിഞ്ഞാർക്കര ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് M. സനോജ്, സെക്രട്ടറി K. രാകേഷ്, അബ്ദുൾ ഷെരീഫ്, സജിൻ എന്നിവർ സംസാരിച്ചു. മാറ്റൊലി. ഓരോ പുതുവത്സരവേളയും ചിലർക്ക് പുത്തൻ പ്രതിജ്ഞകളുടേത് കൂടിയാണ്. പുകവലി, മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങൾ ഉപേക്ഷിക്കുന്നതുൾപ്പെടെ ഈ വേളയിൽ പ്രതിജ്ഞ കൊടുക്കുന്നവരുമുണ്ട്. ഇത്തരം തീരുമാനങ്ങൾക്ക് പലപ്പോഴും ഏറെ ആയുസ്സുണ്ടാകാറില്ല. പുതുവത്സര പ്രതിജ്ഞയെക്കുറിച്ച് പ്രേക്ഷകരുടെ ചില പ്രതികരണങ്ങൾ കാണാം. മാറ്റൊലിയിലേക്ക്. പ്രതീക്ഷയിൽ ഇപ്പോൾ പഴയ കൊല്ലത്തെക്കാട്ടിലും ഈ കൊല്ലത്തിലേക്ക് പലവരും പല പ്രതീക്ഷയും സ്വന്തമായിട്ടാണ് ഈ പുതുവത്സരം ആഘോഷിച്ചു വരുന്നത്. ഈ വേളയിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് എതിരായിട്ടുള്ള മുദ്രാവാക്യമാണ് പ്രധാനമായും എല്ലാവരും എടുക്കേണ്ടത്. കാരണം ഇപ്പോൾ വരുന്ന ചെറുപ്പക്കാരിൽ തൊട്ടിട്ട് വിദ്യാർത്ഥികൾ മുതൽക്ക് എല്ലാ ഭാഗങ്ങളിലും ലഹരി പദാർത്ഥം ഭാഗമായി എല്ലാവരും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഇല്ലാതാക്കുകയാണ് ആദ്യത്തെ പ്രതിജ്ഞ എടുക്കേണ്ടത്. അതിൽ മുന്നോടിയായിട്ട് എടുക്കേണ്ടെങ്കിൽ ഇപ്പോഴത്തെ സമൂഹത്തെ പുതിയ തലമുറകളെ നല്ലൊരു ഭാവിയിലേക്ക് എത്തിക്കാൻ ആദ്യത്തെ പ്രയത്നം അതായിരിക്കണമെന്നാണ് എൻ്റെ ഈ പുതുവത്സര വേളയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ന്യൂ ഇയർ ദിവസം പുതിയ തീരുമാനമെടുക്കുക എന്നുള്ളത്
ന്യൂ ഇയർ എന്ന് തുടങ്ങിയോ അന്ന് മുതലുള്ളതാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറച്ചിൽ തമാശയാണെങ്കിലും സത്യത്തിൽ അങ്ങനെയാണ് അനുഭവം. കാരണം ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന പേരിലെടുക്കുന്ന പല തീരുമാനങ്ങളും ഡിസംബർ 31 രാത്രി അവസാനിച്ച് ജനുവരി 1 വൈകുന്നേരത്തോടെ കൂടെ അവസാനിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അതിനൊരു വാല്യൂ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന് എയിംസ് ഉറപ്പെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഇത് വളരെ പ്രധാനപ്പെട്ട വർഷം. വലിയൊരു പദ്ധതി കേരളത്തിന് അനുവദിക്കുമെന്ന് അമിത് ഷാ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി. മറ്റത്തൂർ വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ടെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. വർഗീയ സംഘടനകളുമായി ഒരു ബന്ധവും കോൺഗ്രസിനുണ്ടാകില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒരാൾക്കെതിരെ പോലും CPM നടപടിയെടുക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പിണറായി സർക്കാർ കൊള്ളക്കാരെ സംരക്ഷിക്കുന്നു. SITക്കുമേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്നും VD സതീശൻ. സ്വർണ്ണക്കൊള്ള കേസിൽ തന്നെ ആരും ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ലെന്നും ഇക്കാര്യം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയെന്നും അടൂർ പ്രകാശ് MP. ആരോപണത്തിനു പിന്നിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതി നിയന്ത്രണത്തിൽ CBI അന്വേഷിക്കണമെന്ന് രമേശ് ചെന്നിത്തല. മേഡീസ് പ്രീമിയം വർധനയ്ക്കെതിരെ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ട്രഷറികൾക്ക് മുന്നിൽ KSSPA ധർണ. സർക്കാർ മെഡിസിപ്പ് തുക വർദ്ധിപ്പിച്ചത് ഇൻഷുറൻസ് കമ്പനിയുടെ താൽപര്യത്തിന് വഴങ്ങിയെന്ന് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് A ബാലൻ. ഷൊർണൂർ ഗണേഷ്ഗിരിയിലെ KA സമാജം ബ്രാഞ്ച് പോസ്റ്റ് ഓഫീസ് അടച്ചുപൂട്ടാനുള്ള അധികൃതരുടെ നീക്കം വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. തപാൽ ഓഫീസ് നിലനിർത്തണമെന്ന് കൗൺസിലർ EP നന്ദകുമാർ. നഷ്ടത്തിലായ തപാൽ ഓഫീസ് അടച്ചുപൂട്ടുന്നത് കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരമെന്ന് അധികൃതരുടെ വിശദീകരണം. മാലിന്യത്തൊട്ടിയായി കോട്ടായി വയോജന പാർക്ക് മാലിന്യ നിക്ഷേപ കേന്ദ്രമായത് അധികൃതരുടെ അവഗണനയും അശ്രദ്ധയും മൂലമെന്ന് പരാതി. കോട്ടായി സെന്ററിൽ പാർക്ക് സ്ഥാപിച്ചത് കുഴൽമന്ദം ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് അനുവദിച്ച വൻതുക ചിലവഴിച്ച്. തരിശിട്ട പാടത്ത് പൊന്നുവിളയിക്കാൻ ഒരുങ്ങി മങ്കര കൃഷിഭവൻ. കൃഷിഭവൻ നേരിട്ട് നെൽകൃഷി ഇറക്കുന്നത് 15 ഏക്കറോളം തരിശു നിലത്ത്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ നീട്ടലിന്റെ ഭാഗമായി 1 ദശാബ്ദത്തോളം ഉറങ്ങിക്കിടന്ന വയലുകൾ വീണ്ടും കതിരണിയും. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.